നമസ്കാരം. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് സാലറി സർട്ടിഫിക്കറ്റ്. ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് ആദ്യ മാസത്തെ ശമ്പളം എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തന്നെ അയാൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കും. സ്വന്തം ആവശ്യത്തിനായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജാമ്യമായോ ഒക്കെ ഈ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനും കഴിയും. ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനായി സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വായ്പ എടുക്കുന്നത് അത്ര വലിയ ഒരു അപകടമല്ല. കാരണം വായ്പ എടുത്തയാൾ തന്നെയാണ് തിരിച്ചടയ്ക്കുന്നത്. അതുകൊണ്ട് അതിൽ വലിയൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ മറ്റൊരാൾക്ക് വായ്പ എടുക്കുന്നതിനോ അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ച ഒരു ചിട്ടിക്ക് ജാമ്യമായോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയോ ഒക്കെ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലോൺ എടുത്ത വ്യക്തി ഒരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ആദ്യ ബാധ്യത വരുന്നത് അയാൾക്കാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അത് തെറ്റാണ്. അയാൾ സർക്കാർ ജീവനക്കാരനാണെങ്കിലും ആദ്യ ബാധ്യത വരുന്നത് രണ്ടു പേർക്കും കൂടിയാണ്. അയാൾ ഈ വായ്പ തിരിച്ചടവ് നടത്തിയില്ല എങ്കിൽ അയാൾക്ക് നോട്ടീസ് വരും, ഒപ്പം നമുക്കും നോട്ടീസ് വരും. അയാളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാൻ കഴിയാത്തിടത്തോളം കടക്കാരനാണ് അയാളെന്നുണ്ടെങ്കിൽ പിന്നെ ആ റിക്കവറി നമ്മുടെ ശമ്പളത്തിൽ നിന്നായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഈ വായ്പ എടുത്തയാൾ ഒരു സർക്കാർ ജീവനക്കാരനാണല്ലോ എന്ന ധൈര്യമൊന്നും സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. അത് അയാൾ അടച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും. ഇനി വായ്പ എടുത്തയാൾ ഒരു സർക്കാർ ജീവനക്കാരനല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ബാങ്കുകാർ ആദ്യം കൈവയ്ക്കുന്നത് നമ്മുടെ പോക്കറ്റിലായിരിക്കും. ഇങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ സർക്കാർ ജീവനക്കാരൻ എന്താവും? പാപ്പരാകും, അല്ലെങ്കിൽ സ്ഥിരമായ ഒരു കടക്കാരനാവും. അതിനെ ആലങ്കാരികമായി ഇൻസോൾവൻസി ആൻഡ് ഹാബിച്വൽ ഇൻഡെറ്റഡ്നെസ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഒരു ജീവനക്കാരൻ ഒന്നുകിൽ സ്വന്തം ആവശ്യത്തിനായി ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുകയോ ചെയ്ത ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തപ്പോഴാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റിക്കവറി നോട്ടീസ് വരുന്നത്. വിരമിച്ചയാൾക്ക് ശമ്പളമില്ലാത്ത സാഹചര്യത്തിൽ DDOക്ക് അയാളുടെ ശമ്പളത്തിൽ നിന്നും റിക്കവറി നടത്തി തുക ഈടാക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെയുള്ളത് അയാളുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളാണ്. ഈ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞ ഒരാളാണെങ്കിൽ പിന്നെ DDOക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ സഞ്ചിത നിധിയിൽ നിന്ന് ഒരു ആനുകൂല്യവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിൽ നിന്നും റിക്കവറി നടത്താൻ സാധ്യമല്ല. അപ്പോഴെന്താ സംഭവിക്കുക? ഈ ധനകാര്യ സ്ഥാപനം ഒരു കേസ് ഫയൽ ചെയ്യും. ആ കേസിലെ ഒരു കക്ഷി സർക്കാരായിരിക്കും. ചില സ്ഥാപനങ്ങൾ കുറച്ചുകൂടി കടന്ന് ഈ സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത DDOയെ തന്നെ പിടിച്ച് കക്ഷിയാക്കി ഒരു സ്വകാര്യ അന്യായവും ഫയൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ കേസ് പറയേണ്ടത് DDO ആണ്. അങ്ങനെ വളരെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്ന നിലയിലാണ് സാലറി സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ DDOമാർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിനെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വർക്കിംഗ് ക്ലാസ് ചർച്ച ചെയ്യുന്നത്. സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന DDOമാരും മറ്റുള്ളവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്ന ജീവനക്കാരും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉത്തരവൊന്ന് വായിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന അഭിപ്രായത്തോടെ വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ധനകാര്യ പെൻഷൻ ബി വകുപ്പിന്റെ GOP നമ്പർ 9/2021 ഡേറ്റഡ് 13/1/21 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഉത്തരവ്. ഒരാളുടെ ഗ്രോസ് സാലറിയിൽ നിന്നും റിക്കവർ ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനായി ഉത്തരവിൽ ഒരു രീതി പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒരാളുടെ ഗ്രോസ് സാലറി X ആണെന്നിരിക്കട്ടെ. Xന്റെ സ്ഥാനത്ത് ഒരു തുക ചേർത്ത് പിന്നാലെ നമുക്ക് വിശദമാക്കാം. ആദ്യം നമുക്ക് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന രീതി ഒന്ന് കാണാം. അപ്പോൾ ഗ്രോസ് സാലറി X. നമ്മുടെ സാലറിയിൽ നിന്നുള്ള മാൻഡേറ്ററി ഡിഡക്ഷൻസ് ഉണ്ട്. നിർബന്ധമായും നമ്മുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചിരിക്കേണ്ട ചില കിഴിവുകൾ. ഏതൊക്കെയാണ് നമ്മുടെ ശമ്പളത്തിൽ നിന്നും നിർബന്ധമായി പിടിക്കേണ്ട കിഴിവുകൾ? ഒന്ന്, നമുക്കറിയാം GPFന്റെ പ്രതിമാസ അടവ്. അത് കുറഞ്ഞത് നമ്മുടെ ബേസിക് പേയുടെ 6% പിടിച്ചിരിക്കണം. പിന്നെയുള്ളത് ഇൻഷുറൻസുകളാണ്. SLI, GIS, GPIS, പിന്നെ ഇൻകം ടാക്സ്. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണെങ്കിൽ ആ ക്വാർട്ടേഴ്സിന്റെ വാടക, ക്വാർട്ടേഴ്സിന്റെ വാട്ടർ ഇലക്ട്രിസിറ്റി ചാർജുകൾ, ഹൗസിംഗ് ലോണിൻ്റെ വായ്പാ തിരിച്ചടവ്, NBSന്റെ സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ ബേസിക് പേയുടെ 10% തുടങ്ങിയുള്ളവയൊക്കെയാണ് നമ്മുടെ സാലറിയിൽ നിന്നും മാൻഡേറ്ററി ആയി ഡിഡക്റ്റ് ചെയ്യേണ്ട സംഗതികൾ. അപ്പോൾ ഈ മാൻഡേറ്ററി ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് Y ആണെന്നിരിക്കട്ടെ. ഗ്രോസ് സാലറിയായ Xൽ നിന്നും മാൻഡേറ്ററി ആയി ഉള്ള കിഴിവുകൾ ആയ Y കുറച്ചാൽ കിട്ടുന്നതാണ് അയാളുടെ നെറ്റ് സാലറി. ഈ നെറ്റ് സാലറി Z ആണെങ്കിൽ Z = X - Y, ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻസ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട തുക, അഥവാ അതിനെ ഉപജീവന ബത്ത അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് അലവൻസ് എന്നാണ് പറയുന്നത്. ഈ ഉപജീവന ബത്ത എന്ന് പറയുന്നത് നെറ്റ് സാലറിയായ Z-ന്റെ 2/3 പാർട്ടാണ്. അങ്ങനെ വരുമ്പോൾ റിക്കവർ ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് Z-ൽ നിന്നും 2/3 കുറച്ചാൽ കിട്ടുന്ന 1/3 മാത്രമായിരിക്കും.
അപ്പം നെറ്റ് സാലറിയുടെ 1/3 മാത്രമേ അയാളുടെ ശമ്പളത്തിൽ നിന്നും റിക്കവറി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ ഗ്രോസ് സാലറി അഥവാ എക്സ് എന്ന് പറയുന്നത് 50,000 ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാൻഡേറ്ററി റിഡക്ഷൻസ് ആയ വൈ 20,000 ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെറ്റ് സാലറി ആയ ഇസഡ് എത്ര ആയിരിക്കും? 50,000 മൈനസ് 20,000 30,000 ആയിരിക്കും. ഈ 30,000-ൻ്റെ 2/3 ഭാഗം, അതായത് 30,000 ഇൻറ്റു 2/3, അതായത് 20,000 രൂപ. ഈ 20,000 രൂപയായിരിക്കും അയാൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ടുന്ന തുക അഥവാ ഉപജീവന ബത്ത. ബാക്കി വരുന്ന 1/3 ഭാഗം അതെത്രയാണ്? 30,000 ഇൻറ്റു 1/3 10,000 രൂപ. ഈ 10,000 രൂപ മാത്രമേ അയാളുടെ സാലറിയിൽ നിന്നും ആകെ റിക്കവറിയായി പോകാൻ പാടുള്ളൂ. ഇങ്ങനെ 10,000 രൂപയുടെ ഒരു റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ട്യാന് വീണ്ടും ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു 5,000 രൂപ ലോൺ റിക്കവറി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇയാൾക്ക് ഒരു സാലറി സർട്ടിഫിക്കറ്റ് കൂടി ഇഷ്യൂ ചെയ്യുന്നതിന് പ്രശ്നമില്ല. എപ്പോഴാണോ ഈ ലോൺ റിക്കവറി 10,000 ആകുന്നത് അതിനുശേഷം മറ്റൊരു സാലറി സർട്ടിഫിക്കറ്റ് കൂടി ഇയാൾക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതായത് ഒരു DDO തൻ്റെ ജീവനക്കാരന് പുതുതായി ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായി ആ ജീവനക്കാരൻ്റെ നിലവിലുള്ള ലോൺ റിക്കവറി എന്നത് നെറ്റ് സാലറിയുടെ 1/3 കവിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഇനി ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം, ജീവനക്കാർ ഗസറ്റഡ് ആയിക്കോട്ടെ നോൺ ഗസറ്റഡ് ആയിക്കോട്ടെ അവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് അതാത് DDOമാർ തന്നെയാണ്. ഇനി DDOയ്ക്കാണ് ഇങ്ങനെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതെങ്കിൽ DDOയുടെ മേലധികാരിയാണ് ഇത് നൽകേണ്ടത്. ഇനിയുള്ളത് എത്ര രൂപ വരെയുള്ള വായ്പയ്ക്കാണ് സാലറി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതെന്നതാണ്. ഒരു ജീവനക്കാരൻ സ്വന്തം പേരിലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് അയാളുടെ ബേസിക് പേയുടെ 75 ഇരട്ടി അല്ലെങ്കിൽ 3 കോടി ഇതിലേതാണോ കുറവ് ആ പരിധിക്ക് അകത്ത് നിൽക്കുന്ന വായ്പയ്ക്ക് സാലറി സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂ. ഉദാഹരണമായി ഒരാളുടെ ബേസിക് പേ 50,000 രൂപയാണെങ്കിൽ 50,000 ഇൻറ്റു 75 അതായത് 37,50,000, പരമാവധി 3 കോടി ഇതിലേതാണോ കുറവ്. ഇവിടെ പരമാവധി 37,50,000 രൂപ വരെയുള്ള വായ്പയ്ക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഒരു 40 ലക്ഷം രൂപ വായ്പ എടുക്കുന്നതിനായി സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മാക്സിമം 37,50,000 ആണ്. ഇവിടെ ബേസിക് പേ കുറച്ചുകൂടി കൂടിയിരുന്നുവെങ്കിൽ അതിൻ്റെ 75 ഇരട്ടി വരെ എടുക്കാമായിരുന്നു. പരമാവധി 3 കോടി. ഇത് സ്വന്തം പേരിലുള്ള വായ്പയ്ക്കാണ്. ഇനി നമുക്ക് മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്ന സാഹചര്യം നോക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് മറ്റൊരാൾക്ക് ഒരു ചിട്ടിക്ക് ജാമ്യം നിൽക്കുന്നു അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിന് ജാമ്യം നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബേസിക് പേയുടെ 50 ഇരട്ടി അല്ലെങ്കിൽ മാക്സിമം 2 കോടി ഇതിലേതാണോ കുറവ് ആ പരിധിക്ക് വിധേയമായ സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. വായ്പത്തുക മുഴുവനായും, ഇപ്പോൾ 50 ലക്ഷമാണ് അദ്ദേഹം ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷം മുഴുവനായും ഈ സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്ന ജീവനക്കാരൻ്റെ കടബാധ്യതയായി കണക്കാക്കണം. എന്നാൽ ഇതിന് ഒരു ഭേദഗതി പിന്നീട് വന്നിട്ടുണ്ട്. വായ്പത്തുകയ്ക്ക് ഒന്നിലധികം ജീവനക്കാർ ജാമ്യം നിൽക്കുന്നുവെങ്കിൽ വായ്പത്തുക ജാമ്യക്കാർക്കിടയിൽ തുല്യമായി വിഭജിച്ച് വേണം കടബാധ്യത കണക്കാക്കാൻ. ഉദാഹരണമായി ഒരാളുടെ ആകെ വായ്പ 50 ലക്ഷം, 5 പേർ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം ഡിവൈഡഡ് ബൈ 5 അതായത് 10 ലക്ഷം രൂപയായിരിക്കും ഓരോ ജീവനക്കാരൻ്റെയും കടബാധ്യത. ഇങ്ങനെ ചിട്ടിക്കും ലോണിനും വേണ്ടി മറ്റൊരാൾക്കായി ജാമ്യം നിൽക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു വിശദാംശം കൂടി ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വാങ്ങി DDOയ്ക്ക് നൽകിയിരിക്കേണ്ടതാണ്. ഇതിൽ ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേര്, വായ്പ എടുക്കുന്ന വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, ആകെ തുക, വായ്പയാണെങ്കിൽ എത്ര, ചിട്ടിയാണെങ്കിൽ എത്ര, അടുത്തതാണ് ഏറ്റവും പ്രധാനം, എത്ര ജാമ്യക്കാരുണ്ട്. ഇതാണ് 4ാം ഉപവകുപ്പിൽ വന്നിട്ടുള്ള ഒരു ഭേദഗതി. അതായത് GOP നമ്പർ 66/2021 ഫിൻ ഡേറ്റഡ് 26/4/21 പ്രകാരമാണ് ഈ ഭേദഗതി വന്നിട്ടുള്ളത്. അടുത്തത് സബ്സെക്ഷൻ 5 ആണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സേവന കാലയളവിനുള്ളിൽ അടച്ചു തീർക്കാൻ കഴിയുന്ന തുകയ്ക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണമായി ഒരു ജീവനക്കാരന് ഇനി 3 വർഷത്തെ സേവനമേ ബാക്കിയുള്ളൂ എന്ന് വയ്ക്കുക. പ്രതിമാസം 12,000 രൂപ വീതം റിക്കവറി നടക്കുന്നുവെങ്കിൽ 3 വർഷം അതായത് 36 മാസം കൊണ്ട് 12,000 ഇൻറ്റു 36 അതായത് 4,30,30,000 രൂപ വരെയുള്ള തുകയ്ക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. 5 ലക്ഷം രൂപ വായ്പയ്ക്കോ ചിട്ടിക്കോ ജാമ്യം നിൽക്കാനായി സാലറി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാളുടെ സേവന കാലാവധിക്കകത്ത് അടച്ചു തീർക്കാൻ കഴിയുന്ന തുകയ്ക്ക് മാത്രമേ സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓരോ ജീവനക്കാരനും സാലറി സർട്ടിഫിക്കറ്റും ബാധ്യതാരഹിത പത്രവും ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു രജിസ്റ്റർ ഈ കാണുന്ന മാതൃകയിൽ DDO ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരു ബാങ്കിൽ നിന്നും റിക്കവറി നോട്ടീസ് DDO കൈപ്പറ്റിയാൽ
തൊട്ടടുത്ത മാസം മുതൽ റിക്കവറി ആരംഭിക്കേണ്ടതും ബാങ്കിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ കിട്ടിയാൽ മാത്രം റിക്കവറി അവസാനിപ്പിക്കേണ്ടതുമാണ് എന്നതാണ് അടുത്തത്. ഇനി DDOയ്ക്കെതിരെയാണ് ഈ റിക്കവറി നോട്ടീസ് അയച്ചിരിക്കുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ DDOയുടെ മേലുദ്യോഗസ്ഥനാണ് ഇപ്രകാരം റിക്കവറി നടന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്. റിക്കവറി നടത്തി തുടങ്ങിയാൽ ഒരു റിക്കവറി രജിസ്റ്റർ സൂക്ഷിക്കണം. ആ റിക്കവറി രജിസ്റ്ററിന്റെ മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു DDO ഇഷ്യൂ ചെയ്യുന്ന സാലറി സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഈ ഉത്തരവിന്റെ അനുബന്ധമായി നൽകിയിട്ടുണ്ട്. ഇതാണ് ആ സാലറി സർട്ടിഫിക്കറ്റിന്റെ മാതൃക. അതുപോലെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ പണം എടുക്കുന്നത് ആ ബാങ്കിൽ നിന്നും തരുന്ന ഫോമിനൊപ്പം തന്നെ ഈ സാലറി സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. ചിലർ ഇവിടെ DDOയുടെ പേരാണ് എഴുതാറുള്ളത്. എന്നാൽ DDOയുടെ പേരല്ല എഴുതേണ്ടത്, അവിടെയും എംപ്ലോയിയുടെ പേര് തന്നെയാണ് എഴുതേണ്ടത്. ഒരു ജീവനക്കാരന് സ്ഥലം മാറ്റം ലഭിക്കുമ്പോൾ അയാളുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് അഥവാ LPC പുതിയ ഓഫീസിലേക്ക് അയക്കുമ്പോൾ അയാളുടെ ബാധ്യതകളെ സംബന്ധിച്ച വിവരം കൂടി അതോടൊപ്പം അയക്കേണ്ടതാണെന്നാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ LPC ട്രഷറി അങ്ങനെ ആവശ്യപ്പെടാറില്ല. എങ്കിലും ബാധ്യതാ സാക്ഷ്യപത്രം അയക്കണം എന്ന കാര്യം മറക്കാതിരിക്കുക. പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥാപനത്തിലെ DDOയ്ക്ക് അതുകൊണ്ട് തന്നെ ആ ബാധ്യതാ സാക്ഷ്യപത്രം അനുസരിച്ചുള്ള റിക്കവറി നടത്തി തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ DDOമാരും സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്